Hi dears, welcome back. ഇന്ന് ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്ന ഒരു പപ്പി ഫേസിലുള്ള കേക്ക് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഗിവ് അവേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ വീഡിയോയുടെ അവസാനവും കൊടുക്കാം. ഗിവ് അവേയിൽ കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഗിവ് അവേ റൂൾസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യം പറയാനുണ്ട്. വേറൊന്നുമല്ല, പലരും ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാതെയാണ് കമൻറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഗിവ് അവേയുടെ ഒരു റൂള്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റിൻ്റെ നെയിം ഞാൻ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെ നിങ്ങൾ കമൻറ്റിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ചാൻസ് കളയരുത്. പിന്നെയുള്ളത്, വീഡിയോയിൽ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് നിങ്ങളുടെ കമൻറ്റിൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെയാണ് ഈ ഒരു ഗിഫ്റ്റിൻ്റെ നെയിം കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് ഗിഫ്റ്റാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഗിഫ്റ്റിൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ നെയിമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പെല്ലിംഗ് തന്നെ ആയിരിക്കണം കേട്ടോ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. പിന്നെ കുറേ പേര് ഗിഫ്റ്റിൻ്റെ നെയിം ലിസ്റ്റിൽ ഇല്ലാത്ത സാധനങ്ങളുടെ പേരൊക്കെ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കിയ ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഒരു 1/2 kg വെയിറ്റ് വരുന്ന ചോക്ലേറ്റ് കേക്കാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ 2 മുട്ട വെച്ചിട്ട് 6 ഇഞ്ച് പാനിലൊരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിന് മുകളിൽ നിന്നും ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെവിയുടെ ഷേപ്പിലായിട്ട് ഇതേപോലെ 2 പീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം കേക്ക് ബോർഡിൽ അല്പം ക്രീം ആക്കിയിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷും കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ലെയറും ചെയ്ത ശേഷം കേക്ക് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കേക്കിൽ കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു പീസ് തന്നെയാണ് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സൈഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഇനി ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസും കൂടി ഇതേപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മിഡിലിൽ നിങ്ങൾക്ക് ക്രീം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെച്ച് കൊടുക്കുന്നില്ല. ഞാൻ ആ ഒരു 3 പീസും ഇതേപോലെ ഒന്നിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പപ്പിയുടെ ആ ഒരു മൂക്ക് വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ കേക്കിൻ്റെ ആ ഒരു മിഡിൽ പോർഷനിൽ ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ആ ഒരു പീസ് എടുത്തിട്ട് ഏകദേശം മൂക്ക് വരുന്ന സ്ഥലത്ത് ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുക്കാം. അതിനുശേഷം പൈപ്പിംഗ് ബാഗിൽ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നോസിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാസ് നോസിലാണ്. അപ്പോൾ അത് വെച്ചിട്ട് കേക്ക് മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രാസ് നോസിൽ ഇല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. അങ്ങനെ കേക്ക് മുഴുവനായിട്ട് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ചെവിയുടെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതേപോലെ 2 സൈഡിലും വെച്ച് കൊടുക്കാം. കുറച്ച് ചെരിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് കുറച്ച് ക്രീമിൽ സ്കിൻ കളർ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഇത് മാജിക് കളേഴ്സിൻ്റെ സ്കിൻ ടോൺ കളറാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് ഒരു സ്പാനിഷ് ഡിലൈറ്റിൻ്റെ കേക്ക് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കേക്കിൽ ഫോണ്ടൻറ്റ് വെച്ചിട്ടുള്ള എത്ര ബട്ടർഫ്ലൈസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്? അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ വീഡിയോയുടെ അവസാനവും കൊടുക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: UK സ്പേസ് ഇട്ട ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിൻ്റെ കൂടെ ബട്ടർഫ്ലൈസിൻ്റെ എണ്ണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ 1-ാം തീയതിയും അതേപോലെ ബട്ടർഫ്ലൈസിൻ്റെ എണ്ണം 3 ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് UK സ്പേസ് 13 എന്നാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗിഫ്റ്റിൻ്റെ നെയിമും കൂടി കൊടുക്കണം. അപ്പോൾ ഗിഫ്റ്റിൻ്റെ നെയിം ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്ന അതേ സ്പെല്ലിങ്ങിൽ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് റെസിപ്പി കണ്ട ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് കമൻറ്റ് ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയ്ക്ക് താഴെയാണ്, അല്ലാതെ സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെ റെസിപ്പിക്ക് താഴെയല്ല. അങ്ങനെ 2 ചെവിയിലും ഇതേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ചുറ്റിലും ഇതേപോലെ കുറച്ച് വൈറ്റ് ക്രീമും കൂടി ആക്കി കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം എടുത്തിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി.
ഇനി കണ്ണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കണ്ണും കൂടി വരച്ചു കൊടുക്കാം. ഇനി ഗനാഷ് വെച്ചിട്ട് തന്നെ ആ ഒരു വായയുടെ ഷേപ്പും അതേപോലെ മൂക്കിൻ്റെ ഷേപ്പിലും ഒന്ന് വരച്ചു കൊടുക്കാം. കുറച്ച് ക്രീമിലേക്ക് സൂപ്പർ റെഡിൻ്റെ കുറച്ച് മാത്രം ആക്കി കൊടുത്തിട്ട് നാവും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പപ്പി ഫേസിലുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെയിം എഴുതിയിരിക്കുന്നത് ഫോണ്ടൻറ്റിലാണ്. ഇതൊരു ഓർഡർ കേക്കാണ്, കസ്റ്റമറുടെ പപ്പിയുടെ ബർത്ത്ഡേ കേക്കാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.